Hello friends, welcome to Xylem IAS. ഇന്ന് നമ്മൾ ഹിമാലയ എന്ന ടോപ്പിക്കാണ് പഠിക്കുക. അപ്പോൾ ഹിമാലയത്തിൻ്റെ മാപ്പ് വെച്ചിട്ട് വരച്ചു നോക്കി നമുക്ക് ഹിമാലയത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഹിമാലയ ഈ ഒരു ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പിൽ നിങ്ങൾ ഹിമാലയത്തിൻ്റെ പിക്ചർ കാണുന്നുണ്ട്. അതായത് ഇതിൽ നിങ്ങളിവിടെ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു പാർട്ട് കാണുന്നുണ്ട്. ഇതാണ് ഹിമാലയ മലനിരകൾ. ഈ മാപ്പിൽ ഹിമാലയ മലനിരകൾ കാണിച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഹിമാലയത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഹിമാലയ എന്താണ് ഹിം ആലയ എന്ന വേർഡിൻ്റെ അർത്ഥം? ഹിം എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നാണ് അർത്ഥം. അതുപോലെ ആലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. അപ്പോൾ ഹിമാലയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അബോർഡ് ഓഫ് സ്നോ എന്നാണ്. ഓക്കെ, അബോർഡ് ഓഫ് സ്നോ, മഞ്ഞിൻ്റെ ആലയം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഹിമാലയൻ മലനിരകൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. ഇന്ത്യയുടെ നോർത്തേൺ ബൗണ്ടറി ആയിട്ടാണ് ഹിമാലയൻ മലനിരകൾ നിലകൊള്ളുന്നത്. ഇനി ഹിമാലയ ജോഗ്രഫിക്കലി എന്താണ്? ജോഗ്രഫിക്കലി അതൊരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാകുന്നത്. ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാകുന്നത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ സൈഡിലായിട്ട് ഇന്ത്യൻ പ്ലേറ്റും ഇനി ഹിമാലയത്തിൻ്റെ നോർത്തേൺ സൈഡിലായിട്ട് യുറേഷ്യൻ പ്ലേറ്റും ഉണ്ട്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൺവേർജ് ചെയ്തത് കൊണ്ടാണ് ഹിമാലയാസ് രൂപപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഫോൾഡ് മൗണ്ടൻ ആയിട്ട് മാറുന്നത്. ഇനി ഇതൊരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹിമാലയെ യങ് ഫോൾഡ് മൗണ്ടൻ എന്ന് വിളിക്കുന്നത്? കാരണം ഹിമാലയത്തിൻ്റെ ഉയരം ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ പ്ലേറ്റുകൾ ഇപ്പോഴും കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഓക്കെ, അപ്പോൾ ഹിമാലയാസ് ആർ സ്റ്റിൽ ഗ്രോയിങ്, അതുകൊണ്ടാണ് അതിന് ഫോൾഡ് മൗണ്ടൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കൊളീഷൻ ഓർ കൺവേർജൻസ് ബിറ്റ്വീൻ യുറേഷ്യൻ പ്ലേറ്റ് ആൻഡ് ഇന്ത്യൻ പ്ലേറ്റ്. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൺവേർജ് ചെയ്യുന്നതുകൊണ്ടാണ് ഹിമാലയം ഉണ്ടാകുന്നത്. ഇനി ഹിമാലയത്തിൻ്റെ ഷേപ്പ് നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഒരു ക്രസൻറ്റ് ഷേപ്പാണ്. ഹിമാലയത്തിന് ഒരു ക്രസൻറ്റ് ഷേപ്പാണ്, ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാം ഹിമാലയ ഈസ് കോൺവെക്സിങ് ടുവേർഡ്സ് ദി സൗത്ത്. ഹിമാലയ താഴോട്ടേക്ക് കോൺവെക്സ് ചെയ്യുന്നു. കോൺവെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബൾജ് ചെയ്തിരിക്കുക. ഹിമാലയ ഇവിടെ താഴോട്ടേക്ക് ബൾജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിമാലയത്തിൻ്റെ ഷേപ്പ് ക്രസൻറ്റ് ഷേപ്പാണ്. അത് കോൺവെക്സിങ് ടുവേർഡ്സ് ദി സൗത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഹിമാലയത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 2400 കിലോമീറ്റേഴ്സ് ലെങ്ത് ആണ് ഹിമാലയത്തിനുള്ളത്. ഇനി ഹിമാലയത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ്. അത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ചരിഞ്ഞാണ് ഹിമാലയം കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് നമുക്ക് പറയാം. ഓറിയൻറ്റേഷൻ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അതുപോലെ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 2400 കിലോമീറ്റേഴ്സ് ആണ്. ഇനി ഹിമാലയത്തിൻ്റെ പിക്ചർ നോക്കിയാൽ നമുക്കൊരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇറ്റ് ഈസ് വൈഡർ ഇൻ ദ വെസ്റ്റ് ആൻഡ് നാരോവർ ഇൻ ദ ഈസ്റ്റ്. അതായത് വെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയത്തിന് വീതി കൂടുതലാണ്. ഏകദേശം 400 മീറ്ററോളം വീതി അതിന് വെസ്റ്റിലായിട്ടുണ്ട്. ഈസ്റ്റിലോട്ട് പോകുന്തോറും അത് നാരോവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ വീതി 150 മീറ്റേഴ്സ് ആയിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഹിമാലയാസ് ആർ വൈഡർ ഇൻ ദ വെസ്റ്റ് ആൻഡ് നാരോവർ ഇൻ ദ ഈസ്റ്റ്. ഈസ്റ്റിലോട്ട് പോകുന്തോറും അതിൻ്റെ സൈസ് ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഹിമാലയത്തിനെ ബൗണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ അതിർത്തിയിലായിട്ട് രണ്ട് നദികൾ ഒഴുകുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വെസ്റ്റിലായിട്ട് ഇൻഡസ് നദിയും അതുപോലെ ഈസ്റ്റിലായിട്ട് ബ്രഹ്മപുത്ര നദിയും ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം അബോർഡ് ഓഫ് സ്നോ. ഇതൊരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. രൂപപ്പെട്ടിരിക്കുന്നത് യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും കൊളൈഡ് ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ കൺവേർജ് ചെയ്തപ്പോഴാണ്. യങ് എന്ന് വിളിക്കാൻ കാരണം ദിസ് മൗണ്ടൻസ് ആർ സ്റ്റിൽ ഗ്രോയിങ്. പിന്നെ ഇതിനൊരു ക്രസൻറ്റ് ഷേപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കോൺവെക്സിങ് ടുവേർഡ്സ് ദി സൗത്ത്. പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചരിവെന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ്. ഇനി രണ്ട് നദികൾ
നദികൾക്കിടയിലായിട്ടാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇൻഡസിനും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലായിട്ട്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2400 കിലോമീറ്റേഴ്സ് ആണ്. ഇനി ഹിമാലയൻ മലനിരകളെ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്കതിനെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യാം. വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് ഹിമാലയാസും ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിവിഷൻ ഓഫ് ഹിമാലയാസും ഉണ്ട്. അപ്പോൾ വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് ഹിമാലയ എന്ന് പറയുമ്പോൾ ഹിമാലയത്തിന് നമ്മൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മലനിരകൾ ഇരിക്കുന്നുണ്ട്. ഇതിനെയാണ് വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് ഹിമാലയ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ഡിവിഷൻ ഓഫ് ഹിമാലയ ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ഹിമാലയത്തിനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഹിമാലയത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് വെർട്ടിക്കലി, രണ്ട് ഹൊറിസോണ്ടലി. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് ഹിമാലയ ആണ്, ഹിമാലയത്തിൻ്റെ വെർട്ടിക്കൽ ഡിവിഷൻ. അപ്പോൾ ഹിമാലയത്തിനെ പ്രധാനമായിട്ടും നമുക്ക് 4 ആയിട്ടാണ് തിരിക്കാൻ കഴിയുന്നത്. വെർട്ടിക്കലി നമ്മൾ ഹിമാലയത്തിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ട്രാൻസ് ഹിമാലയ, പിന്നെ നമ്മുടെ ഗ്രേറ്റ് ഹിമാലയ, അത് കഴിഞ്ഞ് ലെസ്സർ ഹിമാലയ, ദെൻ ശിവാലിക്. അപ്പോൾ ഏതൊക്കെയാണ് ഡിവിഷൻസ്? 3 മലനിരകൾ ചേർന്നാണ് ആദ്യത്തെ ഡിവിഷൻ ഉണ്ടാവുന്നത്. അത് ട്രാൻസ് ഹിമാലയമാണ്, ട്രാൻസ് ഹിമാലയ. അതിനുശേഷം ഗ്രേറ്റ് ഹിമാലയ. ഓക്കെ, ഗ്രേറ്റ് ഹിമാലയാണ് വരുന്നത്. ഗ്രേറ്റ് ഹിമാലയ ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് റേഞ്ചാണ്. അതിനുശേഷം വരുന്നതാണ് ലെസ്സർ ഹിമാലയ. ലെസ്സർ ഹിമാലയ ഒരു ഡിസ്കണ്ടിന്യൂസ് റേഞ്ചാണ്. അതിന് താഴെയായി വരുന്ന ഡിവിഷനാണ് ശിവാലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളോട് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഓർഡർ ചെയ്യാൻ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ ഇത് തന്നെയാണ്. ഏറ്റവും മുകളിലായിട്ട് ട്രാൻസ് ഹിമാലയ, അത് കഴിഞ്ഞ് ഗ്രേറ്റ് ഹിമാലയ, ദെൻ ലെസ്സർ ഹിമാലയ, ദെൻ ശിവാലിക്. ഇതാണ് ഈ വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് മാപ്പിൽ കാണിച്ചു തരാം. നിങ്ങളിവിടെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ട്രാൻസ് ഹിമാലയയുടെ 3 ഡിവിഷൻസ് ആണ് ഈ കാണുന്നത്. ഇതാണ് ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയയ്ക്ക് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടിന്യൂസ് റേഞ്ച് കാണാം, അതാണ് ഗ്രേറ്റ് ഹിമാലയം. അതിനുശേഷം വിട്ട് നിൽക്കുന്ന മലനിരകൾ കാണാം, അതാണ് ലെസ്സർ ഹിമാലയം. അതിനുശേഷം അടുത്തൊരു റേഞ്ച് കാണാം, അതാണ് ശിവാലിക് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മളിവിടെ ട്രാൻസ് ഹിമാലയ കണ്ടു, അതുപോലെ ഗ്രേറ്റ് ഹിമാലയ കണ്ടു, അതിനുശേഷം വിട്ട് നിൽക്കുന്ന മലനിരകൾ ലെസ്സർ ഹിമാലയ കണ്ടു, ദെൻ ശിവാലിക് കണ്ടു. ഇനി നമുക്ക് ഇവരെ ഓരോ ആൾക്കാരെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ട്രാൻസ് ഹിമാലയയുടെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ട്രാൻസ് ഹിമാലയ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഈ ട്രാൻസ് ഹിമാലയൻ ഡിവിഷൻ, ഓക്കെ, ഈ ട്രാൻസ് ഹിമാലയത്തിൽ 3 മലനിരകളാണ് വരുന്നത്. ആ 3 മലനിരകൾ എന്ന് പറയുന്നത് കാരാക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയ, ഓക്കെ, ട്രാൻസ് ഹിമാലയത്തിന് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ 3 ഡിവിഷൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് 3 ഡിവിഷൻസ്? കാരാക്കോറം, ലഡാക്ക്, സസ്കർ. ഇതാണ് 3 ഡിവിഷൻസ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിക്കണം. ഇതിൻ്റെ നോർത്ത് ടു സൗത്ത് ഓർഡർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം KLZ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കാരാക്കോറം, ലഡാക്ക്, അതുപോലെ സസ്കർ, 3 മലനിരകൾ. ഇവയാണ് ട്രാൻസ് ഹിമാലയ. ഇനി ട്രാൻസ് ഹിമാലയ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? ട്രാൻസിഷൻ ടു ഹിമാലയ, ആ ഒരു രീതിയിലാണ് വിളിക്കുന്നത്. അതായത് ഹിമാലയത്തിലെ മറ്റ് 3 മലനിരകൾ, നമ്മുടെ ഗ്രേറ്റ് ഹിമാലയ, ലെസ്സർ ഹിമാലയ, ശിവാലിക്, ഈ 3 മലനിരകളും രൂപപ്പെടുന്നതിന് മുൻപേ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ രൂപപ്പെട്ടതാണ് ട്രാൻസ് ഹിമാലയം. അപ്പോൾ ട്രാൻസ് ഹിമാലയം രൂപപ്പെട്ടത് ബാക്കി 3 ഹിമാലയൻ റേഞ്ചസ് രൂപപ്പെടുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇനി ഈ ട്രാൻസ് ഹിമാലയം ഇരിക്കുന്നത് ടിബറ്റൻ ഹിമാലയം, അല്ലെങ്കിൽ ടിബറ്റിനും, ഓക്കെ, ടിബറ്റൻ പ്ലേറ്റും എടുക്കാം നമുക്ക്. ടിബറ്റൻ പ്ലേറ്റുവിനും അതുപോലെ തന്നെ താഴെയായിട്ട് ഗ്രേറ്റ് ഹിമാലയ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഗ്രേറ്റ് ഹിമാലയയ്ക്കും ഇടയിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയ ഇരിക്കുന്നത് നമ്മുടെ ടിബറ്റൻ പ്ലേറ്റുവിനും ഗ്രേറ്റ് ഹിമാലയത്തിനും ഇടയിലായിട്ടാണ്. അതിൽ 3 റേഞ്ചസ് ആണ് വരുന്നത്: കാരാക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി ഏകദേശം എത്രത്തോളമാണ് ട്രാൻസ് ഹിമാലയയുടെ ഹൈറ്റ് വരുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ NCERTയിൽ 6000 എന്നാണ് പറയുന്നത്. പക്ഷെ ജോഗ്രഫിക്കൽ സോഴ്സുകളിൽ പറയുന്നത് എറൗണ്ട്
3000 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ആവറേജ് ഹൈറ്റ് എന്നാണ്. ഞാൻ പറയുന്നു NCERTയിൽ 6000 കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതർ ജോഗ്രഫിക്കൽ സോഴ്സസുകളിൽ 3000 മീറ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാരാക്കോറം, ലഡാക്ക്, സസ്കർ റേഞ്ചസിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 3000 മീറ്റേഴ്സ് ആണ്. ഇനി ഈ മലനിരകളിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കാരാക്കോറം മലനിരകളെ കുറിച്ചാണ്. കാരാക്കോറം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബ്ലാക്ക് മൗണ്ടൻ എന്നാണ്. ബ്ലാക്ക് മൗണ്ടൻ, കാര മീൻസ് ബ്ലാക്ക്, കോറം മീൻസ് മൗണ്ടൻ. ബ്ലാക്ക് മൗണ്ടൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് മൗണ്ടൻസ് എന്ന് വിളിക്കുന്നത്? കാരണം ഇതുണ്ടായേക്കുന്നത് ഇഗ്നിയസ് റോക്സ് അഥവാ വോൾക്കാനിക് റോക്ക് കൊണ്ടാണ്. ഇനി കാരാക്കോറം മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൃഷ്ണഗിരി. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ കൃഷ്ണഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മൗണ്ടൻ എന്ന അർത്ഥത്തിൽ ഇതിന് കൃഷ്ണഗിരി എന്നും വിളിക്കാറുണ്ട്. ഇനി ഈ ഒരു കാരാക്കോറം റേഞ്ചസിനുള്ളിലാണ് സിയാച്ചൻ ഗ്ലേഷ്യർ വരുന്നത്. നമുക്ക് തന്നെ അറിയാം, സിയാച്ചൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡാണ്. അതുമാത്രമല്ല ന്യൂംബ്ര റിവറിൻ്റെ ഒറിജിൻ കൂടെയാണ്. ന്യൂംബ്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നതും സിയാച്ചൻ ഗ്ലേഷ്യറിൽ നിന്നാണ്. ഈ സിയാച്ചൻ ഗ്ലേഷ്യർ ഇരിക്കുന്നത് കാരാക്കോറത്തിലാണ്. ഇനി കാരാക്കോറത്തിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൗണ്ട് K2. മൗണ്ട് K2 എന്ന് പറയുന്ന കൊടുമുടി. ആ മൗണ്ട് K2ൻ്റെ തന്നെ വേറൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന കൊടുമുടി, അല്ലെങ്കിൽ മൗണ്ട് K2 എന്ന കൊടുമുടി ഇരിക്കുന്നത് കാരാക്കോറത്തിനുള്ളിലായിട്ടാണ്. എന്താണ് മൗണ്ട് K2ൻ്റെ പ്രത്യേകത? മൗണ്ട് K2ൻ്റെ പ്രത്യേകത ലോകത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ്. ലോകത്തിലെ ഹയസ്റ്റ് പീക്ക് എവറസ്റ്റ് ആണ്. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ആണ് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മൗണ്ട് K2 ഇരിക്കുന്നത് POKയിലാണ്, പാക് ഒക്യുപ്പൈഡ് കശ്മീർ. അപ്പോൾ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗണ്ട് K2 ആണ്. പക്ഷെ അത് POKയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് K2 ആയിട്ടാണ് കരുതപ്പെടുന്നതെങ്കിലും അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് K2 അല്ല, അത് കാഞ്ചൻജംഗ ആണ്. സിക്കിമിലാണ് കാഞ്ചൻജംഗ ഇരിക്കുന്നത്. കാഞ്ചൻജംഗയാണ് ഹയസ്റ്റ് പീക്ക് ഇൻ അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ മൗണ്ട് K2 ആണ്, ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. പക്ഷേ അത് POKയിലാണ് ഇരിക്കുന്നത്. POK ഈസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി. അപ്പോൾ നമ്മളോട് ഹയസ്റ്റ് പീക്ക് ഇൻ അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം മൗണ്ട് K2 അല്ല, അത് സിക്കിമിൽ വരുന്ന കാഞ്ചൻജംഗയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്, മൗണ്ട് K2. സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് K2 ലോകത്തിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി കാരാക്കോറം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡിവിഷനാണ് ലഡാക്ക് റേഞ്ചസ്. അപ്പോൾ ലഡാക്ക് റേഞ്ചസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ലഡാക്ക് റേഞ്ചസ് ഇരിക്കുന്നത് കാരാക്കോറത്തിൻ്റെ സൗത്ത് ഈസ്റ്റിലായിട്ടാണ്. അതായത് കാരാക്കോറം റേഞ്ചസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റിലായിട്ടാണ് ലഡാക്ക് റേഞ്ചസ് നിലകൊള്ളുന്നത്. ഇനി ലഡാക്ക് റേഞ്ചസിൻ്റെ പ്രത്യേകത, ലഡാക്ക് റേഞ്ചസിൽ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്ന ഒന്ന് കർദുംഗ്ല പാസ് ആണ്. ലഡാക്ക് റേഞ്ചസിലാണ് കർദുംഗ്ല എന്ന മൗണ്ടൻ പാസ് വരുന്നത്. ലാ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ പാസ് എന്നാണ് അർത്ഥം. ഇനി ലഡാക്ക് റേഞ്ചസ് ഒരു വാട്ടർ ഡിവൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് വാട്ടർ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ? രണ്ട് റിവേഴ്സിനെയോ റിവർ സിസ്റ്റത്തെയോ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഹൈ റീജിയൻസിനെയാണ് അല്ലെങ്കിൽ എലവേറ്റഡ് റീജിയൻസിനെയാണ് വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. അപ്പം ലഡാക്ക് റേഞ്ചസ് രണ്ട് നദികൾക്കിടയിലെ വാട്ടർ ഡിവൈഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻഡസ് ആൻഡ് ഷോഗ് നദികൾക്കിടയിലുള്ള വാട്ടർ ഡിവൈഡാണ് ലഡാക്ക്. ഇനി ഷോഗ് എന്ന നദിയെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഷോഗ് എന്ന നദി ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറി ആണ്. ലഡാക്കിലുള്ള ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറി ആണ് ഷോഗ്. ഈ ഷോഗിനെയും ഇൻഡസിനെയും തമ്മിൽ തരംതിരിക്കുന്ന ഒരു വാട്ടർ ഡിവൈഡാണ് ലഡാക്ക് റേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ലഡാക്ക് റേഞ്ചസിനുള്ളിലായിട്ട് വരുന്ന ഒരു ലേക്കാണ് പാങ്ങോങ്സോ ലേക്ക്. ഈ പാങ്ങോങ്സോ ലേക്കിൻ്റെ പ്രത്യേകത, ഇത് സോൾട്ട് വാട്ടർ ലേക്കാണ്. ലഡാക്കിലായി കാണപ്പെടുന്ന ഒരു സോൾട്ട് വാട്ടർ ലേക്കാണ് പാങ്ങോങ്സോ ലേക്ക്. ഇന്ത്യ ചൈന രാജ്യങ്ങളുടെ ഇടയിലായിട്ടാണ് ഈ ഒരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതെന്തുകൊണ്ട് സോൾട്ട് വാട്ടറായി? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്.
അതായത് യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കൺവേർജ് ചെയ്യുന്നതിന് മുൻപ് അതിനിടയിലായി ഉണ്ടായിരുന്ന തേത്യസ് സീ, ആ തേത്യസ് സീയുടെ റെമനൻ്റ് ആണ് പാങ്ങോങ്സോ ലേക്ക് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തേത്യസ് സീയുടെ റെമനൻ്റ് ആണ് പാങ്ങോങ്സോ ലേക്ക് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് ഒരു സോൾട്ട് വാട്ടർ ലേക്കായിട്ട് നിലകൊള്ളുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലഡാക്ക് റേഞ്ചസിൻ്റെ ടിബറ്റിലോട്ടുള്ള എക്സ്റ്റൻഷനാണ് കൈലാഷ് റേഞ്ചസ്. നമ്മൾ കൈലാഷ് റേഞ്ചസിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, കൈലാസം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷേ ഈ കൈലാസം അല്ലെങ്കിൽ കൈലാഷ് റേഞ്ചസ് ഇന്ത്യയിലല്ല, അത് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൈലാഷ് റേഞ്ചസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലഡാക്ക് റേഞ്ചസിൻ്റെ ടിബറ്റിലോട്ടുള്ള എക്സ്റ്റൻഷനാണ്. ഈ കൈലാഷ് റേഞ്ചസിൽ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട നദികളായ ഇൻഡസ് നദി, സത്ലജ് റിവർ, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദികൾ ഉത്ഭവിക്കുന്നത്. ഇൻഡസ്, സത്ലജ്, ബ്രഹ്മപുത്ര നദികൾ ഉത്ഭവിക്കുന്നത് കൈലാഷ് റേഞ്ചസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഡാക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലഡാക്ക് റേഞ്ചസിലാണ് കർദുംഗ്ല പാസ് വരുന്നത്. അത് വാട്ടർ ഡിവൈഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇൻഡസിനും ഷോഗിനും ഇടയിലായിട്ട്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ലേക്കാണ് പാങ്ങോങ്സോ ലേക്ക്. ഇന്ത്യ, ചൈന രാജ്യങ്ങളുടെ ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സോൾട്ട് വാട്ടർ ലേക്കാണ്. തേത്യസ് സീയുടെ റെമനൻ്റ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി കൈലാഷ് റേഞ്ചസ് ലഡാക്ക് റേഞ്ചസിൻ്റെ ടിബറ്റിലോട്ടുള്ള എക്സ്റ്റൻഷനാണ്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ബ്രഹ്മപുത്ര, ഇൻഡസ്, സത്ലജ്. ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ് ഹിമാലയൻ റേഞ്ചാണ് നമ്മുടെ സസ്കർ റേഞ്ച്. അപ്പോൾ സസ്കർ റേഞ്ചിൻ്റെ പ്രത്യേകത, സസ്കർ റേഞ്ച് സസ്കർ റേഞ്ച്. ഈ സസ്കർ റേഞ്ചിനെ കട്ട് ചെയ്ത് ഒഴുകുന്ന നദിയാണ് സസ്കർ റിവർ. അതിനെ കട്ട് ചെയ്ത് ഒഴുകുന്ന നദിയാണ് സസ്കർ റിവർ. ഇനി സസ്കർ റേഞ്ചിൽ വരുന്ന ഒരു ഫേമസ് മൗണ്ടൻ പാസ്സാണ് ഫോർട്ടുല പാസ്. സസ്കർ റേഞ്ചിൽ കാണുന്ന ഒരു പീക്കാണ് മൗണ്ട് ക്യാമറ്റ്. അപ്പോൾ സസ്കർ റേഞ്ചിനെ കുറിച്ച് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. സസ്കർ റിവർ ഒഴുകുന്നത് സസ്കർ റേഞ്ചസിനെ കട്ട് ചെയ്തിട്ടാണ്. അവിടെ വരുന്ന മൗണ്ടൻ പാസ് ആണ് ഫോർട്ടുല. ഇനി മൗണ്ട് ക്യാമറ്റ് അതിലെ ഒരു കൊടുമുടിയാണ്, അല്ലെങ്കിൽ അതിൽ കാണുന്ന ഒരു പീക്കാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമുക്കിനി പഠിക്കാനുള്ളത് ഗ്രേറ്റർ ഹിമാലയത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ഹിമാലയത്തിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ ഗ്രേറ്റർ ഹിമാലയ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഹിമാലയ, ഈ ഗ്രേറ്റർ ഹിമാലയത്തിന് തന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഇന്നർ ഹിമാലയ. അതുമല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹിമാദ്രി ഹിമാലയ. അപ്പോൾ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ, ഹിമാദ്രി ഹിമാലയ. എന്തുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഹിമാലയത്തിൻ്റെ 4 വെർട്ടിക്കൽ ഡിവിഷൻസ് ആണ് ട്രാൻസ് ഹിമാലയ, ഗ്രേറ്റ് ഹിമാലയ, ലെസ്സർ ഹിമാലയ, ശിവാലിക്. ഈ 4 ഡിവിഷൻസിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും വലിയ പർവ്വതനിരയും ഈ ഗ്രേറ്റ് ഹിമാലയാണ്. സോ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഹിമാലയ. ആ അർത്ഥത്തിലാണ് ഇതിനെ ഗ്രേറ്റർ ഹിമാലയ എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഇന്നർ ഹിമാലയ എന്ന് വിളിക്കുന്നത്? നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിര, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഗ്രേറ്റ് ഹിമാലയ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഇന്നർ എന്ന് വിളിക്കാറുണ്ട്. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ അകത്തായിട്ടാണ് ഇരിക്കുന്നത്. സോ വി കോൾ ഇറ്റ് ആസ് ഇന്നർ ഹിമാലയ. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ ഹിമാദ്രി ഹിമാലയ എന്ന് വിളിക്കുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് ഹിമാലയ ഹൈറ്റ് കൂടിയ മലനിരകളാണ്. ഹൈറ്റ് കൂടിയ മലനിരകളായതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദി ഇയർ അവിടെ സ്നോ കവർ ഉണ്ടായിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ദി ഇയർ അവിടെ എന്തുണ്ടായിരിക്കും? സ്നോ കവർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇറ്റ് ഈസ് പെരീനിയലി സ്നോ ബൗണ്ടഡ് എന്ന് പറയാം. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളാണ്. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളായതുകൊണ്ട് തന്നെ ഇതിന് ഇഷ്ടം പോലെ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഗ്ലേഷ്യേഴ്സ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഗ്ലേഷ്യേഴ്സ് വരുന്നുണ്ട്.
ഈ ഗ്ലേഷ്യറുകളിൽ നിന്നെല്ലാം തന്നെ നദികളും ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് ആണ് ഗംഗയുടെ ഭാഗമായ ഭഗീരഥി ഉത്ഭവിക്കുന്ന ഗംഗോത്രി ഗ്ലേഷ്യർ, അതുപോലെ തന്നെ നമ്മുടെ യമുനോത്രി ഗ്ലേഷ്യർ, അതുപോലെ തന്നെ അളകനന്ദ ഉത്ഭവിക്കുന്ന സന്തോപന്ത് ഗ്ലേഷ്യർ. ഇതെല്ലാം തന്നെ നമ്മുടെ ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഗ്രേറ്റ് ഹിമാലയം പെരിനിയലി സ്നോ ബൗണ്ടഡാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ ഗ്ലേഷ്യേഴ്സ് ഉണ്ടാവും. ആ ഗ്ലേഷ്യേഴ്സിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നുണ്ടാവും. സോ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഗ്ലേഷ്യേഴ്സ് ആണ് ഭഗീരഥി നദി ഉത്ഭവിക്കുന്നത് ഗംഗോത്രി ഗ്ലേഷ്യർ, യമുന ഉത്ഭവിക്കുന്ന യമുനോത്രി ഗ്ലേഷ്യർ, അതുപോലെ അളകനന്ദ ഉത്ഭവിക്കുന്ന സന്തോപന്ത് ഗ്ലേഷ്യർ. ഇനി അതുമാത്രമല്ല, ഈ ഒരു മലനിരകൾക്ക് ഉയരം കൂടുതലായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഫേമസ് ഫോർ പീക്സിന് ഫേമസ് ആണ്. ഫേമസ് ഫോർ പീക്സ്. പ്രധാനപ്പെട്ട ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കൊടുമുടികളാണ് മൗണ്ട് എവറസ്റ്റ്. നമുക്ക് തന്നെ അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് അല്ലെങ്കിൽ പീക്കാണ് മൗണ്ട് എവറസ്റ്റ്. അത് ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞ അൺഡിസ്പ്യൂട്ടഡ് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് അത് കാഞ്ചൻജംഗയാണ്. അപ്പോൾ കാഞ്ചൻജംഗയും ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ നേപ്പാളിൽ കാണുന്ന മക്കാലു റേഞ്ചസ്, ഇതെല്ലാം തന്നെ ഈ ഒരു ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഇനി ഗ്രേറ്റ് ഹിമാലയത്തിൽ ഹയസ്റ്റ് പീക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവറേജ് ഹൈറ്റ് അറിയണം. അതിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 6000 മീറ്റേഴ്സ് ആണ്. അറൗണ്ട് 6000 മീറ്റേഴ്സ് ആണ് അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹിമാലയം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ സദേൺ സ്ലോപ്പ്, ഇന്ത്യയുടെ സൈഡിലുള്ള സ്ലോപ്പ് സ്റ്റീപ്പ് സ്ലോപ്പും എന്നാൽ നോർത്തേൺ സ്ലോപ്പ് ഗ്രാജുവൽ സ്ലോപ്പുമാണ്. ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ സദേൺ സ്ലോപ്പ് സ്റ്റീപ്പ് സ്ലോപ്പും നോർത്തേൺ സ്ലോപ്പ് ഗ്രാജുവൽ സ്ലോപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സദേൺ സ്ലോപ്പിൽ നിന്ന് ഹിമാലയ കയറുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹിമാലയം എക്സ്പെഡിഷൻസിന് പോകുന്ന ആൾക്കാർ പൊതുവെ നോർത്തേൺ സൈഡിൽ നിന്നാണ് ഹിമാലയത്തിലോട്ട് കയറുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്ത്യയുടെ സൈഡിലുള്ള ഹിമാലയമാണ് സദേൺ സ്ലോപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ഈ സദേൺ സ്ലോപ്പിലാണ് വെജിറ്റേഷൻ കവർ അല്ലെങ്കിൽ ഫോറസ്റ്റ് കൂടുതലായി കാണുന്നത്. കാരണം ഈ ഹിമാലയത്തിൻ്റെ സദേൺ സൈഡിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സദേൺ സൈഡിൽ ഫോറസ്റ്റ് കവർ കൂടുതലായിട്ട് കാണപ്പെടുന്നും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രേറ്റ് ഹിമാലയത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റ് ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ് ഇന്നർ ഹിമാലയ, ഹിമാദ്രി ഹിമാലയ. ത്രൂ ഔട്ട് ദി ഇയർ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റേഞ്ച് ഇൻ ഹിമാലയ ആണ്. മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് ഗ്ലേഷ്യേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അവിടെ നിന്ന് ഉണ്ടായേക്കുന്ന ഗ്ലേഷ്യേഴ്സ് ആണ് ഗംഗോത്രി, യമുനോത്രി, സന്തോപന്ത് ഗ്ലേഷ്യർ. ഇതിൽ നിന്നെല്ലാം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ദെൻ ദിസ് റേഞ്ചസ് ആർ ഫേമസ് ഫോർ പീക്സ്. ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കൊടുമുടികളായ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, മക്കാലു റേഞ്ചസ് എല്ലാം ഗ്രേറ്റ് ഹിമാലയയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 6000 മീറ്റേഴ്സ് ആണ്. ഇതിൻ്റെ സദേൺ സ്ലോപ്പ് സ്റ്റീപ്പും നോർത്തേൺ സ്ലോപ്പ് ഗ്രാജുവൽ സ്ലോപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയൻ എക്സ്പെഡിഷൻ നടത്തുന്നവർ നോർത്തേൺ സൈഡിൽ നിന്ന് കയറേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മിഡിൽ ഹിമാലയത്തിനെ കുറിച്ചാണ്. മിഡിൽ ഹിമാലയത്തിനെ തന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ലെസ്സർ ഹിമാലയ. മിഡിൽ ഹിമാലയം എന്നോ അല്ലെങ്കിൽ ലെസ്സർ ഹിമാലയ എന്നോ നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് മിഡിൽ ഹിമാലയ എന്ന് വിളിക്കുന്നത്? ഈ ഒരു പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ഗ്രേറ്റർ ഹിമാലയയ്ക്ക് ശേഷം വരുന്ന വിട്ട് നിൽക്കുന്ന മലനിരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കുക. ഇനി ഈ ലെസ്സർ ഹിമാലയയുടെയും താഴെയായിട്ടാണ് ആരിയിരിക്കുന്നത്? ശിവാലിക് മലനിരകൾ ഇരിക്കുന്നത്. അതിൻ്റെയും താഴെയാണ് ശിവാലിക് എന്ന മലനിരകൾ ഇരിക്കുന്നത്. അപ്പോൾ ശിവാലിക്കിനും ഗ്രേറ്റർ ഹിമാലയയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ മിഡിൽ ഹിമാലയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ മിഡിൽ ഹിമാലയ എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ആർക്കൊക്കെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രേറ്റ് ഹിമാലയത്തിനും അതുപോലെ തന്നെ ശിവാലിക് മലനിരകൾക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ മിഡിൽ ഹിമാലയ എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കുന്നത്? കമ്പയറിങ് ടു ഗ്രേറ്റ് ഹിമാലയ ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്. ഗ്രേറ്റ് ഹിമാലയത്തിന് 6000 മീറ്റേഴ്സാണ് ആവറേജ് ഹൈറ്റ് എങ്കിൽ ഇവിടെ മിഡിൽ ഹിമാലയത്തിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 3500 മീറ്റർ ടു 4500 മീറ്റേഴ്സ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ഇതിനെ ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കുന്നത്.
ഇനി കമ്പാരിറ്റീവ്ലി ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ദിസ് റേഞ്ചസ് ആർ ഫേവറബിൾ ഫോർ ഹിൽ സ്റ്റേഷൻസ്. ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് എത്തിപ്പെടാൻ സുഖമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. ഇത് ഹിൽ സ്റ്റേഷൻസിന് ഫേമസ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ആണ് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഉത്തരാഖണ്ഡ് ഭാഗത്തായിട്ട് വരുന്ന മസൂറി, അതുപോലെ തന്നെ നമ്മുടെ നൈനിത്താൽ പോലുള്ള സ്ഥലങ്ങൾ. അതുപോലെ ഹിമാചൽ പ്രദേശിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിംല, ദെൻ കസൗളി, അതുപോലെ തന്നെ ധർമ്മശാല പോലെയുള്ള സെൻറ്റേഴ്സും ഇവിടെ ഫേമസ് ആണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഹിൽ സ്റ്റേഷൻസിന് ഫേമസ് ആണ് ഈ ഒരു റേഞ്ച്. കാരണം ഹൈറ്റ് 3000 to 4500 മീറ്റേഴ്സേ ഹൈറ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ആണ് ഉത്തരാഖണ്ഡിലായിട്ട് കാണുന്ന മസൂറി, നൈനിറ്റാൾ, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലായിട്ട് കാണുന്ന ഷിംല, അതുപോലെ ധർമ്മശാല, കസൗളി, പിന്നെ വെസ്റ്റ് ബംഗാളിലായിട്ട് കാണുന്ന ഡാർജിലിംഗ്. ഇതെല്ലാം ലെസ്സർ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെസ്സർ ഹിമാലയത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ലെസ്സർ ഹിമാലയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് നിൽക്കുന്ന മലനിരകളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ലെസ്സർ ഹിമാലയം ഇങ്ങനെ വിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ലെസ്സർ ഹിമാലയൻ റേഞ്ചസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ട് നിൽക്കുന്നത്? അതിന് കാരണം ഗ്രേറ്റർ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. ഗ്രേറ്റർ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ലെസ്സർ ഹിമാലയനെ കട്ട് ചെയ്ത് ഒഴുകുന്നത് കൊണ്ടാണ് ഈ മൗണ്ടൻ റേഞ്ചസ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ലെസ്സർ ഹിമാലയത്തിൽ ഒരുപാട് റിവർ വാലീസ് കാണാനായിട്ട് സാധിക്കും. ലെസ്സർ ഹിമാലയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വാലീസാണ്, അതായത് ലെസ്സർ ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട വാലീസാണ് നമ്മൾ പറയുന്ന കാംഗ്ര വാലി, അതുപോലെ തന്നെ കുളു വാലി, അതുപോലെ തന്നെ കശ്മീർ വാലി. ഇവിടെ ഒരുപാട് വാലീസ് വരുന്നുണ്ട്, കാംഗ്ര വാലി, കുളു വാലി, കശ്മീർ വാലി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലെസ്സർ ഹിമാലയയിൽ നമ്മളോട് ചോദിക്കുക, ലെസ്സർ ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് ആണ്. ഞാൻ പറഞ്ഞു ലെസ്സർ ഹിമാലയ ഡിസ്കണ്ടിന്യൂസ് റേഞ്ച് ആണ്, അത് ഡിവൈഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ലെസ്സർ ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് നമുക്ക് നോക്കാം. ലെസ്സർ ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതിനെ നമുക്ക് വെസ്റ്റ് ടു ഈസ്റ്റ് ഡിവൈഡ് ചെയ്യാം. വെസ്റ്റ് ടു ഈസ്റ്റ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്ന മലനിരകളാണ് പീർ പഞ്ചൽ, ദെൻ ദൗലാദർ, ദെൻ മസൂറി, അതുപോലെ തന്നെ മഹാഭാരത്. ഇതാണ് അവിടെ വരുന്ന മലനിരകൾ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളണം. പരീക്ഷയ്ക്ക് നമ്മളോട് ലെസ്സർ ഹിമാലയത്തിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ചോദിക്കും. അത് വെസ്റ്റ് ടു ഈസ്റ്റ് അറേഞ്ച് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പീർ പഞ്ചൽ, ദെൻ ദൗലാദർ, മസൂറി, മഹാഭാരത്, ഇത് ചോദിക്കാം. ഇനി ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരു സൈഡിൽ ഈ മലനിരകളും അപ്പുറത്തെ സൈഡിൽ അത് കാണുന്ന സ്റ്റേറ്റും നമ്മളോട് ചോദിക്കാം. ഇപ്പോൾ പീർ പഞ്ചൽ റേഞ്ചസ് മെയിൻലി സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കശ്മീരിലാണ് ഇത് ഇരിക്കുന്നത്. ജമ്മു ആൻഡ് കശ്മീരിലാണ് പീർ പഞ്ചൽ റേഞ്ചസ്. കുറച്ച് ഭാഗം ഹിമാചൽ പ്രദേശിലോട്ട് നീളുന്നുണ്ട്, പക്ഷെ മെയിൻലി ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ജമ്മു ആൻഡ് കശ്മീർ. ഇനി ദൗലാദർ ഇരിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. മസൂറി ഇരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. മഹാഭാരത് ഇരിക്കുന്നത് നേപ്പാളിലാണ്. അപ്പോൾ പീർ പഞ്ചൽ ജമ്മു ആൻഡ് കശ്മീർ, ദൗലാദർ ഹിമാചൽ പ്രദേശ്, മസൂറി ഉത്തരാഖണ്ഡ്, മഹാഭാരത് നേപ്പാൾ. ഇത്രയും അറിഞ്ഞിരിക്കുക. ഇത് ഉറപ്പായിട്ടും UPSC ചോദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ PSC പോലുള്ള എക്സാംസിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇനി അടുത്ത റേഞ്ചസ് ആണ് ശിവാലിക് റേഞ്ചസ്. അപ്പോൾ ശിവാലിക്കിനെ കുറിച്ച് പറയുമ്പോൾ ശിവാലിക് റേഞ്ചസ് അറിയപ്പെടുന്നത് തന്നെ ഔട്ടർ ഹിമാലയ എന്ന പേരിലാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഔട്ടർ ഹിമാലയ. എന്തുകൊണ്ടാണ് ഇതിനെ ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും പുറത്തായിട്ട് കാണുന്ന റേഞ്ചസ് ആണ് ശിവാലിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നു. ഇനി ശിവാലിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശിവാലിക് രൂപപ്പെട്ടിരിക്കുന്നത് റിവർ സെഡിമെൻസിൽ നിന്നാണ്. ഹിമാലയൻ റിവേഴ്സിൻ്റെ ഡെപ്പോസിഷൻ വഴി ഉണ്ടായ സെഡിമെൻസ്, ആ സെഡിമെൻസ് ആണ് ശിവാലിക്കായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഫോംഡ് ബൈ ദി സെഡിമെൻറ്റേഷൻ പ്രോസസ് ഓഫ് ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയൻ നദികളുടെ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വഴിയാണ് ഈ ഒരു
ശിവാലിക് എന്ന മലനിരകൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 600 മീറ്റർ ടു 1500 മീറ്റേഴ്സ് ആണ്. അപ്പോൾ ചില ബുക്കുകളിൽ 1000 to 2000 എന്നും 900 to 1500 എന്നൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഹൈറ്റ് എടുത്തിട്ടുള്ളത്. 6000 to 1500 മീറ്റേഴ്സ് ഓക്കെ എന്നാണ് നമ്മൾ പൊതുവെ പരീക്ഷകൾക്കും മറ്റും ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6000 to 1500 മീറ്റേഴ്സ് ആണ് ഈ ഒരു ശിവാലിക് റേഞ്ചസിൻ്റെ ഹൈറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശിവാലിക് മലനിരകൾ ബേസിക്കലി നമ്മുടെ ഹിമാലയൻ നദികൾ കൊണ്ടുവന്ന സെഡിമെൻസിൽ നിന്ന് ഉണ്ടായേക്കുന്ന മലനിരകളാണ്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി ശിവാലിക് മലനിരകളെ മെയിനായി കാണുന്നത് വെസ്റ്റേൺ ഹിമാലയത്തിലാണ്. ഈസ്റ്റേൺ ഹിമാലയത്തിലോട്ട് പോകുമ്പോൾ ഈ മലനിരകൾ പൊതുവെ ആബ്സെൻ്റ് ആണ്. പകരം അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫോർമേഷനാണ് ദുവാർ ഫോർമേഷൻ. അവിടെ ശിവാലിക്കിന് പകരം മെയിൻലി കാണുന്ന ഫോർമേഷൻസ് ദുവാർ ഫോർമേഷനാണ്. ദുവാർ ഫോർമേഷൻസ് എന്ന് പറഞ്ഞാലും റിവറിൻ്റെ സെഡിമെൻസ് ആണ്. റിവറിൻ്റെ ഫ്ലഡ് പ്ലെയിൻസിനെയാണ് ദുവാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ഈസ്റ്റേൺ ഹിമാലയത്തിലാണ് കാണുന്നത്. ഈസ്റ്റേൺ ഹിമാലയത്തിൽ ശിവാലിക് ഓൾമോസ്റ്റ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിമാലയത്തിനെ കുറിച്ച് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹിമാലയത്തിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹിമാലയത്തിൻ്റെ ഹൊറിസോണ്ടൽ ഡിവിഷൻ, അതായത് ജിയോമോർഫോളജിയുടെ ബേസിസിലുള്ള ഹിമാലയൻ ഡിവിഷൻ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ കൂടുതൽ ടോപ്പിക്സുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സെഷൻസ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.